Good afternoon, all. Welcome to Civils 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed discussion of today's Hindu newspaper, we are introducing a new program called Prelims Mains Companion. So, what is this program? This is an integrated Prelims and Mains test series. We have around 10 months for the next Prelims. So, ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ പ്രിലിംസ് മെയിൻസിൻ്റെ പോർഷൻ പഠിച്ചിരിക്കണം, പ്രിലിംസിൻ്റെ പോർഷൻ പഠിച്ചിരിക്കണം. സോ അത്തരത്തിൽ എല്ലാ ഏരിയയും നമ്മുടെ സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഡെയിലി ടാർഗറ്റ് ഒക്കെ തന്ന് ഡെയിലി ഇത്രയും പോർഷൻ പഠിക്കണം എന്നൊക്കെ ടാർഗറ്റ് തന്ന് ഡെയിലി ആൻസർ റൈറ്റിംഗ് ആ ഭാഗത്തു നിന്നൊക്കെ ചെയ്ത് വീക്കിലി ടെസ്റ്റുകളും വെച്ച് മന്ത്ലി ടാർഗറ്റും ഫുൾ ലെങ്ത് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടെ പ്രിലിംസിനും മെയിൻസിനും ഓക്കെ എല്ലാത്തിനും കൂടെ ഉൾപ്പെടെ ഉള്ളൊരു പ്രോഗ്രാമാണ് എന്ത് എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പ്രിലിംസ് മെയിൻസ് കമ്പനി. സോ ഇതൊരു ഹൈബ്രിഡ് മോഡലിലാണ്, അതായത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റും. പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഇതിൻ്റെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് ഒരു മെൻറ്ററെ അസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ ടൈമിൽ ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. ഓക്കെ, ഇത് വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും റിപ്പീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ബിഗിനേഴ്സിനാണെങ്കിലും ഒരുപോലെ ഹെൽപ്പ് ആകുന്ന ഒരു പ്രോഗ്രാമാണ്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ക്ലാസ്സസും അവൈലബിൾ ആണ്, സബ്ജക്റ്റിൻ്റെ സമ്മറി ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. സോ ദിസ് വുഡ് ബി എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ യുവർ ഇന്ത്യൻ പ്രിപ്പറേഷൻ. ദെൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കോൺടാക്ട് ഇൻ ദിസ് നമ്പർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ പ്രധാനപ്പെട്ട ന്യൂസ് ഏതൊക്കെയാണ് നോക്കാം. ദ ഫസ്റ്റ് ന്യൂസ് ഈസ് അബൌട്ട് ദ കേരളത്തിൻ്റെ പേരൊന്ന് മാറ്റി അല്ലേ, കേരള എന്നല്ല ഇനി മുതൽ കേരളം എന്ന് തന്നെയാക്കി ഒഫീഷ്യലി. നമുക്ക് ഇത്രയും നാൾ ഒരു കൊളോണിയൽ ലെഗസി ഉണ്ടായിരുന്നു. എന്ത് ബ്രിട്ടീഷുകാർ കേരള എന്ന് പറഞ്ഞിട്ട് എന്ത് നമ്മൾ കേരളമാണ് ശരിക്കും, അപ്പോൾ കേരള എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കം കേരള എന്നായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്, കേരളം എന്നാക്കിയിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് മാറ്റി, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊസീജിയേഴ്സ് എന്താ, ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റാനുള്ള അധികാരം ആർക്കുള്ള, ഈ ആ അധികാരം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഓക്കെ അതിൽ ഫെഡറൽ ആയിട്ടുള്ള നേച്ചർ എന്താ, പാർലമെൻറ്റിന് അധികാരമുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേഷന് അധികാരം ഉണ്ടോ ആ ഒരു മാറ്റേഴ്സിൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ലുക്കിംഗ് ഫോറസ്റ്റ് ഫോർ ട്രീസ്, ഇത് ഓൾറെഡി ഇന്നലെ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ സെയിം സംഭവം തന്നെയാണ്. അതായത് ഗ്രീൻ ഇന്ത്യ മിഷനിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് കുറച്ച് പ്രശ്നം ഉണ്ട് എന്ന് CAG എന്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ഇന്ത്യ മിഷനെ കുറിച്ചിട്ടാണ്. ദെൻ ഇതിനകത്തും അതും പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇലക്ട്രോണിക് കമ്പോണൻസ് മാനുഫാക്ചറിങ് സ്കീം, ആ ഒരു സ്കീമിനെ കുറിച്ച് പറയുന്നത് അതിലോട്ട് കുറേ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ന്യൂസ്. ദെൻ ഇറ്റ്സ് അബൌട്ട് ദ കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്കേജ്. ഇത് നമ്മളൊരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ 360 ഡിഗ്രിയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാരണം കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്കേജ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് കാരണം കണ്ടില്ലേ, ജനങ്ങൾ എന്താ അവർക്കുള്ള ചെത അവർ തന്നെ ഉണ്ടാക്കി ആ ചെതയിലാണ് അവർ കിടക്കുന്നത്. അതായത് അങ്ങനെയാണ് എന്ത് മീൻസ് മരിച്ചിട്ട് കത്തിക്കാനുള്ള സംഭവത്തിൽ അവർ ജീവനോടെ കയറി കിടന്നിട്ട് അങ്ങനെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. പല ആൾക്കാരും സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കയറും കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും പ്രൊട്ടസ്റ്റ് ചെയ്യും. കാരണം ഇറ്റ്സ് എ സീരിയസ് ഇഷ്യൂ. നമ്മുടെ ജന്തർ മന്തർ ഇഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ നീറ്റ് പേപ്പർ ലീക്ക് കേസ് കാരണം അതിൻ്റെ പ്രൊട്ടസ്റ്റിൻ്റെ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിൽ ഈ സംഭവം ചെറുതായിട്ട് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം അറിഞ്ഞില്ല. ഓക്കെ, കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്കേജ്. സോ അത് ഭയങ്കര ഇഷ്യൂ ആണ് ആക്ച്വലി ഓക്കെ നടക്കുന്നത്. ദെൻ റോഡ് മാപ്പ് ഫോർ ദ E20. E20 എന്താണെന്നറിയാലോ, എത്തനോൾ ബ്ലെൻഡിങ് പോളിസി. അതായത് പെട്രോളിൽ 20% എന്ത് എത്തനോൾ ബ്ലെൻഡ് ചെയ്യുന്നു ഫോർ മെനി പർപ്പസസ്. ആ ഒരു പ്രൊജക്റ്റിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ന്യൂസും എന്താ നോക്കാം. ദ ഫസ്റ്റ് ന്യൂസ്, നമ്മുടെ ദ്രൗപദി മുർമു സൈൻ ചെയ്തു. എങ്ങനെ, അതായത് രാജ്യസഭയും ലോകസഭയും കേരളത്തിൻ്റെ പേര് മാറ്റാനുള്ള ബില്ല്. ഓക്കെ, അതിൻ്റെ പേരാണ് എന്ത്, കേരള ആൾട്ടറേഷൻ ഓഫ് നെയിം ബിൽ 2026. ഓക്കെ, അതായത് കേരള എന്ന പേരിൽ നിന്ന് കേരളം എന്നുള്ള പേരിലോട്ട് മാറ്റാനുള്ള ബില്ല്, അത് പ്രസിഡന്റ് സൈൻ ചെയ്തു. സോ അതൊരു ആക്റ്റായിട്ട് മാറി. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുന്നത്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താ നോക്കാം. ഒന്നാമത്തെ കാര്യം ആർട്ടിക്കിൾ 3E. ഓക്കെ, ആർട്ടിക്കിൾ 3E ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെന്റിനാണ് എന്ത് ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റം വരുത്താനുള്ള അധികാരമുള്ളത് അണ്ടർ ആർട്ടിക്കിൾ 3. എന്നാണ് ഒരു പ്രൊസീജിയേഴ്സ് നോക്കാം. ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റണം, അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കാം. ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഇപ്പോൾ പേര് മാറ്റാൻ ആഗ്രഹമുള്ളത് ആ സംസ്ഥാനത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ.
അപ്പോൾ ആ സംസ്ഥാനത്ത് ഇപ്പോൾ കേരളം ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഞങ്ങളുടെ പേര് മാറ്റണം എന്നുള്ള രീതിയിൽ ഒരു റെസല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. 2024 ഓക്കെ, 2024. അപ്പോൾ ഫസ്റ്റ് പൊതുവേ ചെയ്യുന്നൊരു നേച്ചറാണ് ആ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു റെസല്യൂഷൻ, ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നത് ഇത് മാറ്റാനായിട്ട്, പേര് മാറ്റാനായിട്ട്. എന്ന് വിചാരിച്ച് ആ റെസല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പേര് മാറ്റാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഈ റെസല്യൂഷൻ നിർബന്ധമൊന്നുമല്ല. അതായത് പാർലമെൻറ്റിന് ഇപ്പോൾ പേര് മാറ്റണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിന് പേര് മാറ്റാം. അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് സമ്മതമൊന്നും വേണ്ട. അവിടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ യൂണിറ്ററി ഫീച്ചേഴ്സ് കൂടുതലായിട്ടും എടുത്തു നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഫെഡറൽ ഫീച്ചേഴ്സ്, യൂണിറ്ററി ഫീച്ചേഴ്സ് ഒക്കെ വരില്ല. വലിയൊരു യൂണിറ്ററി ഫീച്ചറും കൂടിയാണ്. ദെൻ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു സംസ്ഥാനം ഒരു പ്രപ്പോസൽ കൊണ്ടുവന്ന് പേര് മാറ്റണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രസിഡന്റിനെ അയക്കും. ഓക്കെ, പ്രസിഡന്റിനെ, അതായത് സെൻറ്ററിനെ അയക്കും. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രലിനെ അയക്കും, ഞങ്ങളുടെ പേര് മാറ്റണമെന്ന് പറയും. അപ്പോൾ ഒരു ബില്ലൊക്കെ തയ്യാറാക്കിയിട്ട് പ്രസിഡന്റ് അത് തിരിച്ച് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലിയിലോട്ട് അയക്കും. ഓക്കെ, ഇതാണ് ബില്ല്, ഇങ്ങനെയൊക്കെയാണ് പേര് മാറ്റാൻ പോണേന്നൊക്കെ പറയും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഈ പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്യും പാർലമെന്റിലോട്ട്. ഓക്കെ, നിങ്ങൾ ഈ ബില്ല് അവതരിപ്പിച്ചോ. പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ഇത്തരത്തിൽ പേര് മാറ്റുന്ന രീതിയിലുള്ളൊരു ബില്ല് അവതരിപ്പിക്കാൻ പാർലമെന്റിൽ പറ്റില്ല. അപ്പോൾ പാർലമെന്റിൽ അത് അവതരിപ്പിച്ചൊരു ബില്ല്, ആ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ലോകസഭയും രാജ്യസഭയും അത് പാസ്സാക്കണം ഇൻ സിമ്പിൾ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റി ഒന്നും വേണ്ട, സിമ്പിൾ മെജോറിറ്റി, ലൈക്ക് ഒരു ഓർഡിനറി ലെജിസ്ലേഷൻ പോലെ. ആ ലോകസഭയും രാജ്യസഭയും അത് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റ് ഇത് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്റ്റായി മാറി അങ്ങനെ ആ സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുന്ന നിയമം നിലവിൽ വന്നു. ഇതാണ് പ്രൊസീജിയർ. എന്നാൽ ഈ പ്രൊസീജിയറിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തത് റെഫറൻസ്, അതായത് ബില്ല് ഇപ്പോൾ സെൻറ്ററിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു പ്രപ്പോസൽ വെച്ചില്ലേ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ പ്രസിഡന്റ് ഒരു റെഫറൻസ് അയക്കുമല്ലോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ട്, ഞാൻ പറഞ്ഞ പ്രൊസീജിയറിൽ. അതായത് ഇങ്ങനെയൊക്കെയാണ് ബില്ല് കേരളമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഒരു റെഫറൻസ് ടൈം വയ്ക്കും പ്രസിഡന്റ്. നമുക്ക് ഇന്ന ടൈമിനുള്ളിൽ നിങ്ങൾക്ക് തരണം എന്ന് പറയും, തിരിച്ച് നിങ്ങൾ അതിൻ്റെ ഒപ്പീനിയൻ തന്നെ പറയും. എന്നാൽ ആ അയച്ചേക്കുന്ന ബില്ലിൽ ഇവർക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെന്ന് വിചാരിക്കണം. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അതൃപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് അവർക്ക് ഒരു പക്ഷേ അതെന്ത് ചെയ്യാം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മേ ബി അവരുടെ ഒപ്പീനിയൻ അപ്രൂവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സജസ്റ്റ് മോഡിഫിക്കേഷൻ ഒക്കെ നടത്താം. പക്ഷേ അവരെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ദെൻ അതാണ് പറഞ്ഞത് പാർലമെന്റ് ഈസ് നോട്ട് ബൈൻഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് വ്യൂ. ആ വ്യൂവിനെ കുറിച്ചിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മീൻസ് അവരുടെ വ്യൂസിനെ കുറിച്ച് പാർലമെന്റ് കൺസേൺഡ് അല്ല. അവരെന്താ പറഞ്ഞാലും കുഴപ്പമില്ല, വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കാണ്ടിരിക്കാം. ഓക്കെ, ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ റെഫറൻസ് നമ്മുടെ പ്രസിഡന്റ് റെഫറൻസ് കൊടുത്തിട്ടുണ്ടായില്ലേ, അത് ഇത്ര പ്രത്യേക ടൈമിനുള്ളിൽ തിരിച്ചയക്കണം. ഓക്കെ, അത് ആ പ്രത്യേക ടൈമിനുള്ളിൽ തിരിച്ചയച്ചില്ല എന്നുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി പാസ്സായി പോയിട്ട്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി ബാബുലാൽ പരാറ്റെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ, ആ ഒരു കേസിൽ എന്താ നടന്നതെന്ന് പറയാം. ഈ കൺസൾട്ട് ചെയ്യേണ്ട ഈ ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ട് അത് നിർബന്ധമാണ്. ഓക്കെ, കൺസൾട്ടേഷൻ ഈസ് മാൻഡറ്ററി ബട്ട് ദ കൺസെൻറ്റ് ഈസ് നോട്ട് മാൻഡറ്ററി എന്ന് പറഞ്ഞു. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിലും പേര് മാറ്റണ ബില്ല് അതിനായിട്ട് അവർക്ക് വിയോജിപ്പുണ്ടെങ്കിലും പാർലമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെയാണ് എന്താ പറയുക കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചത് ആർട്ടിക്കിൾ 3യുടെ കീഴിൽ ഇത്രത്തോളം ഇതിന് പേര് മാറ്റുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് അല്ല. അത് ആർട്ടിക്കിൾ 4 ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 4 പറഞ്ഞു വെച്ചേക്കാണ് എന്ത്, ഇപ്പോൾ ആർട്ടിക്കിൾ 4 പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 3 പ്രകാരം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റുന്ന നിയമം ആർട്ടിക്കിൾ 368 കീഴിലുള്ള സ്പെഷ്യൽ മെജോറിറ്റിയിലൊന്നും പാസ്സാക്കേണ്ട ആവശ്യമില്ല. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും അല്ല പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ ന്യൂസ്. ആൻഡ് ഒരു പണ്ട് കേരളത്തിൻ്റെ പേര് മാത്രമല്ല, തമിഴ്നാടിൻ്റെ പേര് മദ്രാസ് എന്നായിരുന്നു, കർണാടക പേര് മൈസൂർ എന്നായിരുന്നു, ഉത്തരാഖണ്ഡിൻ്റെ ഉത്തരാഞ്ചൽ എന്നായിരുന്നു, ഒഡീഷയുടെ ഒറീസ എന്നായിരുന്നു. ഇങ്ങനെ ഒരുപാട് ബില്ല് നമ്മുടെ പാസ്റ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ന്യൂസ് നോക്കാം. ദിസ് ന്യൂസ് ടോക്സ് അബൌട്ട് ദ ഗ്രീൻ ഇന്ത്യ മിഷൻ. അതായത് CAG ഒരു ഈ
ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറഞ്ഞേക്കുന്ന ആ മിഷൻ്റെ ഒരു സ്കീമിൻ്റെ പെർഫോമൻസിൽ കുറച്ച് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷന് കുറച്ച് പ്രശ്നമെന്ന് CAG റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഇമ്പോർട്ടൻറ്റ്? വാട്ട് ഈസ് ഗ്രീൻ ഇന്ത്യ മിഷൻ? ഇൻ പ്രിലിംസ് പെർസ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മിഷൻ ഓൺ ഗ്രീൻ ഇന്ത്യ എന്നാണ്. ഇത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കീഴിലാണ് ഈ ഒരു സ്കീം ഉള്ളത്, അല്ലെങ്കിൽ ഒരു മിഷൻ ഉള്ളത്. 2014 ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു മിഷൻ. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട് നമ്മുടെ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട് നമുക്ക്. അതിൻ്റെ കീഴിൽ 8 മിഷൻസ് ഉണ്ട്. അതിലൊന്നാണ് എന്ത് ഈ ഗ്രീൻ ഇന്ത്യ മിഷൻ, അല്ലെങ്കിൽ നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് വെറും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു സ്കീമല്ല, മറിച്ച് ഇതിൻ്റെ അകത്ത് ക്ലൈമറ്റ് ചേഞ്ച് മൈറ്റിഗേഷനും എക്കോസിസ്റ്റം റീസ്റ്റോറേഷനും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഇതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് പഠിക്കാം. 5+5+3 എന്ന് പഠിക്കാം. അതായത് 5 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ട്രീ കവർ ഇൻക്രീസ് ചെയ്യുക. ഇനി 5 മില്യൺ ഹെക്ടേഴ്സിൻ്റെ ക്വാളിറ്റി ഓഫ് ദ ട്രീ കവർ കൂട്ടുക. ക്വാളിറ്റി ഓഫ് ദ ട്രീ കവർ അല്ലെങ്കിൽ ഫോറസ്റ്റ് കവർ കൂട്ടുക. 3 മില്യൺ ഫാമിലീസിന് ഫോറസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ്ലിഹുഡ് ഇൻകം പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമല്ല ഇത് മറിച്ച് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ലൈക്ക് കാർബൺ സീക്വസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ്, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ദെൻ ബയോഡൈവേഴ്സിറ്റി, ഹൈഡ്രോളജിക്കൽ വാട്ടർ സർവീസസ്, ബയോമാസ്, ഇത്തരം എല്ലാ മേഖലകളിലും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒബ്ജക്റ്റീവാണ്. ഇതിൻ്റെ മെയിൻ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുമെങ്കിൽ ദിസ് ഇസ് എ ലാൻഡ്സ്കേപ്പ് അപ്രോച്ച്. അതായത് ഒരു സിംപ്ലി ഒരു മരം നട്ടുപിടിപ്പിക്കുന്ന ഒരു ട്രീ പ്ലാന്റേഷൻ പ്രോഗ്രാം അല്ല, മറിച്ച് എൻ്റയർ എക്കോസിസ്റ്റത്തിനെയും എക്കോളജിക്കൽ സർവീസിനെയും റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നടപ്പിലാക്കുന്നത്. ദെൻ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അതായത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്ലാനിങ്ങിലും ഡിസിഷൻ മേക്കിങ്ങിലും ഇംപ്ലിമെൻറ്റേഷനും മോണിറ്ററിങ്ങും എല്ലാം അതിനകത്ത് അവിടെയുള്ള ഇൻഡിജിനിയസ് പീപ്പിൾസിനെ ഇൻക്ലൂഡഡ് ആണ്. ഇത് പബ്ലിക് ലാൻഡിൽ മാത്രം അല്ല, പ്രൈവറ്റ് ലാൻഡിലും ഈ ഗ്രീൻ ഇന്ത്യ മിഷൻ അപ്ലിക്കബിൾ ആണ്. ദെൻ മറ്റു കുറേ സ്കീംസ് ഉണ്ട് നമുക്ക്. ഒന്നാമത് MGNREGA, VBG റാംജി, ഓക്കെ. പിന്നെ ക്യാമ്പ, കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് പ്ലാനിങ് അതോറിറ്റി, അതായത് ക്യാമ്പ ഫണ്ടൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങി, അപ്പോൾ ഇൻഡസ്ട്രി തുടങ്ങുന്ന ഭാഗമായിട്ട് ഒരു ഏക്കർ മരങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചു. അപ്പോൾ വേറൊരു സ്ഥലത്ത് ഒരു ഏക്കർ മരങ്ങൾ വെട്ടിപ്പിടിപ്പിക്കാനുള്ള പൈസ ഈ കമ്പനി കൊടുക്കണം, അതൊരു ഫണ്ടിലോട്ട് കൊടുക്കണം. അപ്പോൾ അഫോറസ്റ്റേഷൻ അവിടെ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ക്യാമ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രോഗ്രാമിനായിട്ടും കൺവേർജൻസ് ഗ്രീൻ ഇന്ത്യ മിഷനുണ്ട്. ദ നെക്സ്റ്റ് ന്യൂസ്, അതായത് ഇതിൽ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് മാനുഫാക്ചറിങ് സ്കീമിനെ കുറിച്ച് പറയുന്നത്. ആ സ്കീമിന് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഒരു ഇത്രത്തോളം കൂടി പൈസ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നോക്കാം. എന്താണ് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് സ്കീം നോക്കാം. ഈ ഒരു സ്കീം എന്തിനു വേണ്ടി? ഓക്കെ, ഇത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിൽ വന്നേക്കുന്ന ഒരു സ്കീമാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ലോകത്തിലൊരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നേഷൻ പ്രൊഡ്യൂസിങ് ദ മൊബൈൽ ഫോൺസ് ഇന്ത്യയാണ്. പക്ഷേ ആക്ച്വലി ഇന്ത്യയിലെ എല്ലാ കമ്പോണൻസ് ഒക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ല, നമ്മൾ ജസ്റ്റ് അസംബിൾ ചെയ്യുക. ആക്ച്വലി ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളൊക്കെ വരുന്ന ഇലക്ട്രോണിക് കമ്പോണൻസ് അസംബിൾ ചെയ്ത് നമ്മളിവിടെ ഫോണാക്കുന്നു. ഇതാണ് നടക്കുന്നത്. അല്ലാണ്ട് അതിൻ്റെ കമ്പോണൻസ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയറിലോട്ട് എന്തെങ്കിലുമൊക്കെ കമ്പോണൻറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ അഡീഷൻ ഒന്നും ചെയ്യണമെന്നില്ല ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്. ജസ്റ്റ് അസംബ്ലേജ് മാത്രം നടക്കുന്നു. അപ്പം അത് മാറ്റിയിട്ട്, അതായത് ഫിനിഷ്ഡ് ഇലക്ട്രോണിക് പ്രൊഡ്യൂസേഴ്സിൻ്റെ ജസ്റ്റ് അസംബ്ലിങ് മാത്രം എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട്, മറിച്ച് നമുക്കൊരു ഇലക്ട്രോണിക് കമ്പോണൻസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഇലക്ട്രോണിക് കമ്പോണൻസ് മാനുഫാക്ചറിങ് സ്കീം. സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഡൊമസ്റ്റിക് വാല്യൂ അഡീഷൻ, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്താ അതിൽ. ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഫോണിലാണെങ്കിൽ ഫോണിൽ ഒരു ചിപ്പ് ഇന്ത്യയിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ നമുക്ക് വിചാരിക്കും. ഇപ്പോൾ വാല്യൂ അഡീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഗ്ലോബൽ ആൻഡ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മേഖലയിൽ കൊണ്ടുവരാം. ടെക്നോളജിക്കൽ കപ്പാസിറ്റീസ് കൂട്ടുക. പിന്നെ ഇന്ത്യൻ മാനുഫാക്ചേഴ്സിനെ ഗ്ലോബൽ വാല്യൂ ചെയിൻസിനായിട്ട് കണക്ട് ചെയ്യുക എന്നതൊക്കെയാണ് ഈ ഒരു സ്കീമിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ദെൻ വൈ ഡസ് ദ ECMS സപ്പോർട്ട്? വാട്ട് ഡസ്? ഓക്കെ, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെ കമ്പോണൻസ്? ഡിസ്പ്ലേ മൊഡ്യൂൾസ്, ക്യാമറ മൊഡ്യൂൾസ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ്, പാസീവ് ഇലക്ട്രോണിക് കമ്പോണൻസ്, ഇതുപോലുള്ള ഒരുപാട് കമ്പോണൻസ് മാനുഫാക്ചറിങ്ങിനായിട്ട് ഈ സ്കീം സഹായിക്കുന്നുണ്ട്.
പിന്നെ സിഗ്നിഫിക്കൻസും ഒക്കെ ഈ ഒരു സ്കീമിൻ്റെ ഹയർ ഡൊമസ്റ്റിക് വാല്യൂ അഡീഷൻ, അതായത് ജസ്റ്റ് അസംബിൾ ചെയ്യുക എന്നതല്ലാണ്ട് മറിച്ച് ഇതിൻ്റെ കമ്പോണൻസ് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പോൾ അത് പ്രകാരം നമ്മുടെ സപ്ലൈ ചെയിൻ റിസൈലൻസ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് പോലൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ ചെയിൻ, അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ വാറൊക്കെ വന്ന സപ്ലൈ ചെയിൻ അത് ബാധിക്കും. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ബാധിക്കും. അപ്പോൾ അത് മറിച്ച് ഇത്തരം കമ്പോണൻസ് ഇന്ത്യയിൽ തന്നെ ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സപ്ലൈ ചെയിനിൽ ഡിസ്ട്രപ്ഷൻ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ദെൻ ഇൻ്റഗ്രേഷൻ വിത്ത് ഗ്ലോബൽ വാല്യൂ ചെയിൻസ്, അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനീസിനൊക്കെ ഗ്ലോബൽ വാല്യൂ ചെയിൻസിലോട്ടൊക്കെ എന്താ പറയുക ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇത് എംപ്ലോയ്മെന്റ് ജനറേഷനിലോട്ട് നയിക്കുന്നത്. ആക്ച്വലി പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ തന്നെ 91,600 അഡീഷണൽ ജോബ്സ് ഈ മാനുഫാക്ചറിങ്, എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ്, അസോസിയേറ്റ് സപ്ലൈ ചെയിൻ മേഖലയിൽ വരുത്താൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എംപ്ലോയ്മെന്റ് ജനറേഷനിലോട്ട് ഈ സ്കീം സഹായിക്കും. ദെൻ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ട്രോങ്ങർ ഡൊമസ്റ്റിക് ഇലക്ട്രോണിക്സ് എക്കോസിസ്റ്റം സപ്പോർട്ട് സച്ച് സെക്ടേഴ്സ്, അതായത് ഇതുപോലുള്ള ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ മാനുഫാക്ചറിങ് കൂടിയിട്ട് ഇലക്ട്രോണിക് എക്കോസിസ്റ്റം കൂട്ടിക്കഴിഞ്ഞാൽ അത് ടെലികമ്മ്യൂണിക്കേഷൻ, ഓട്ടോമൊബൈൽ, ഡിഫൻസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, IT ഹാർഡ്വെയർ, ഈ സെക്ടേഴ്സിനെ എല്ലാത്തിനെയും ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പും കൂടി ഈ ഒരു സ്കീമിനുണ്ട്. ദെൻ നമുക്ക് 2 സ്കീമുണ്ട് ഇതുപോലെ സിമിലർ ആയിട്ടൊരു സ്കീം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇലക്ട്രോണിക് കമ്പോണൻസ് മാനുഫാക്ചറിങ് സ്കീം പോലെ PLI, അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇലക്ട്രോണിക് പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി, ഇപ്പോൾ മൊബൈൽ ഫോൺ ആകാം, അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രോണിക് പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ. എന്നാൽ അതിലെ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, പറഞ്ഞ പോലെ ഇലക്ട്രോണിക് കമ്പോണൻസ് മാനുഫാക്ചറിങ് സ്കീം. ദെൻ നെക്സ്റ്റ് ന്യൂസ് ഇറ്റ്സ് അബൌട്ട് ദ കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്കിങ് പ്രോജക്റ്റ്. അതായത് മധ്യപ്രദേശിൽ ഇപ്പോൾ ഒരുപാട് വില്ലേജേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി മധ്യപ്രദേശിലെ പന്ന, അതുപോലെ തന്നെ ഛത്താർപൂർ ഡിസ്ട്രിക്റ്റിൽ. അതായത് ഇപ്പോൾ കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്കേജ് പ്രൊജക്റ്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിന് എതിരെയാണ് ഇവിടെയുള്ള വില്ലേജേഴ്സും ട്രൈബ്സും എല്ലാവരും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്കിങ് നോക്കാം. എന്താണ് റിവർ ഇന്റർലിങ്കിങ്? 2 റിവറിനെ ഇന്റർലിങ്ക് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു, വല്ല കനാൽസ് ഒക്കെ ബിൽഡ് ചെയ്ത് കണക്ട് ചെയ്യുന്നു. എന്തിന്? അതായത് ഒരു റിവർ ചിലപ്പോൾ വാട്ടർ സർപ്ലസ് ആയിരിക്കും, ഒരുപാട് വെള്ളം ഉണ്ടാവും. അതിൽ നിന്ന് വാട്ടർ കുറവുള്ള റിവറിലോട്ട് വെള്ളം അയക്കുന്നു. അപ്പോൾ അത് പ്രകാരം ഇത് പോകുന്ന വഴിയിലാണെങ്കിലും എത്തുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും ഡ്രോട്ട് പ്രോൺ ഉള്ള ഏരിയാസിലൊക്കെ നമുക്ക് വെള്ളം നമുക്ക് ലഭിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ കെൻ എന്ന് പറഞ്ഞ റിവറും കെന്നും ബെറ്റ്വയും നമ്മുടെ യമുനയുടെ ട്രിബ്യൂട്ടറിയാണ്. കണ്ടോ, ഇത് കെൻ, ഇത് ബെറ്റ്വ, ദീസ് ആർ ബോത്ത് ആർ ട്രിബ്യൂട്ടറി ഓഫ് യമുന. ഓക്കെ, ഈ റിവറുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഇത് കെൻ റിവറിനെയും ബെറ്റ്വ റിവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, കണക്ട് ചെയ്യുന്നതാണ് കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്കിങ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഉറപ്പുവരുത്തുക. മാത്രമല്ല ബുന്ദേൽഖണ്ഡ് എന്നറിയപ്പെടുന്ന റീജിയൻ ഉണ്ട്, ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലായിട്ട് നടക്കുന്നത്. അവിടേക്ക് കുടിവെള്ളം എത്തിക്കാനായിട്ട് സഹായിക്കും. അത് ഭയങ്കര ഡ്രോട്ട് പ്രോൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഈ കെൻ റിവറും ബെറ്റ്വ റിവറും വിന്ധ്യൻ റേഞ്ചിൽ നിന്നിട്ടാണ് ഉത്ഭവിക്കുന്നത്. രണ്ടാം യമുനയുടെ ട്രിബ്യൂട്ടറിയാണ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കീഴിൽ നമ്മൾ ഒരു ഡാം ബിൽഡ് ചെയ്യുന്നുണ്ട്, ദുവാദാം ഡാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ കെൻ റിവറിലാണ് ബിൽഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, കെൻ റിവർ. അപ്പം ഈ ബിൽഡ് ചെയ്തിട്ട് ഈ റിവർ ആക്ച്വലി ഈ ഡാം ബിൽഡ് ചെയ്തിട്ട് ഡാമിൽ നിന്ന് വെള്ളം ആ കനാലിലോട്ട് ഒഴുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ഡാം ഇതിൻ്റെ ഭാഗമായിട്ട് പണിയുന്നുണ്ട്. ദെൻ സ്കെയിൽ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ഈ പ്രൊജക്റ്റ് നടന്നപ്പോൾ ഒരുപാട് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു, ഒരുപാട് ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. എസ്പെഷ്യലി ആ ഏരിയയിൽ ഒരുപാട് ട്രൈബ്സ് ആണുള്ളത്, ട്രൈബൽ പീപ്പിൾ ആണുള്ളത്. ഏകദേശം 10 വില്ലേജിലുള്ള ആൾക്കാർ ആക്ച്വലി ഈ ഡാമൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ 10 വില്ലേജസ് വെള്ളത്തിനടിയിലാവും. നമ്മൾ ആലോചിച്ച് ഒഴുകി പോകുന്ന റിവറിൽ ഡാം കെട്ടുന്നു, അപ്പോൾ ഡാമിലുള്ള വെള്ളം സ്റ്റക്കായി നിൽക്കല്ലേ, അപ്പോൾ ചുറ്റുള്ള ഏരിയയിലൊക്കെ എന്ത് ചെയ്യുന്നു, സബ്മേർജ് ചെയ്യില്ലേ, വെള്ളത്തിനടിയിലാക്കില്ലേ. 10ഓളം വില്ലേജ് സബ്മേർജ്ഡ് ആവും. മാത്രമല്ല മറ്റ് 12 വില്ലേജസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മാറ്റി പാർപ്പിക്കേണ്ടത്, 12 വില്ലേജിനെ മാറ്റി പാർപ്പിക്കുന്നത്. അതായത് ഈ ഒരു റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്റ്റ് കാരണം എഫക്റ്റ് ചെയ്യുന്ന ഒരു ടൈഗർ റിസർവ് ഉണ്ട്, പന്ന ടൈഗർ റിസർവ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, വരുന്നുണ്ട്.
അപ്പോൾ ഈ പന്ന ടൈഗർ റിസർവിൽ ഒരുപാട് മരങ്ങൾ വെട്ടേണ്ട വന്നിട്ടുണ്ട്, ഒരുപാട് വെള്ളം ഒരുപാട് മരങ്ങൾ വെള്ളത്തിനടിയിലാണ്. അപ്പോൾ അതിന് പകരമായിട്ട് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ വേറെ സ്ഥലത്ത് നടത്തണം. ഇവിടെ മരങ്ങൾ വെട്ടുന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് മരങ്ങൾ നട്ടുപിടിക്കണം. ആ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വില്ലേജസ് ഒഴിവാക്കിയിട്ടുണ്ട്, മീൻസ് അവരെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. സോ ഇത്തരത്തിൽ ഒരുപാട് എന്തുണ്ടായിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ വൈ ആർ ദ വില്ലേജസ് ഓപ്പോസിങ് ദ പ്രൊജക്ട്? ഫസ്റ്റ് തിങ്, ഈ പറഞ്ഞ പോലെ തന്നെ റൂറൽ ആൻഡ് ട്രൈബൽ ഫാമിലീസ് ആണ് അവിടെ മെയിനായിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് ലാൻഡ്, ഇപ്പോൾ അവരുടെ അടുത്ത് മാറി താമസിക്കുക, ലാൻഡ് എന്ന് പറയുന്നത് അവർക്ക് വെറും ഒരു എക്കണോമിക് അസറ്റ് അല്ല. ട്രൈബ്സിനെ സംബന്ധിച്ചിട്ട് അതൊരു ലൈവ്ലിഹുഡാണ്. അവിടെ കൃഷി ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നു. ഫാമിലി ഹിസ്റ്ററി മുഴുവൻ ആ മണ്ണിലായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ ഐഡന്റിറ്റി ആയിരിക്കും അവർക്ക് ആ സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർ മാത്രമല്ല, പല ആൾക്കാർക്കും ഫോർമലി ട്രൈബ്സിന് ലാൻഡ് പേരിൽ അവരിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പട്ടയമൊന്നും ഉണ്ടാവില്ല. ഒരു വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഇവരുടെ ലാൻഡാണ് പോയേക്കെന്ന് കാണിക്കുന്ന ഇവരുടെ എന്താ പറയുക രേഖകളൊന്നുമില്ല. അപ്പം അത് പ്രകാരം ഇവർക്ക് കോമ്പൻസേഷൻ കിട്ടുന്നില്ല, ഒന്നും വേറെ സ്ഥലം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. പിന്നെ ഇവരെല്ലാവരും ട്രൈബ്സ് എല്ലാവരും ഫോറസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് റിലേറ്റഡ് ആയിട്ടാണ് ഇവരുടെ ജീവിതമാർഗം, ലൈവ്ലിഹുഡ്. അപ്പോൾ ഇവർ മാറ്റുമ്പോൾ ഇവർക്ക് ആക്ച്വലി മോണിറ്ററി കോമ്പൻസേഷൻ തന്നു, ഒരു പുതിയ വീടൊക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ജോലി പോയി. ആക്ച്വലി അവർ ഫോറസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, ഫോറസ്റ്റിൽ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്ത് വീട് കാര്യങ്ങളൊക്കെ പണി തന്നാലും ഇവർക്ക് ജോലിയില്ല. അപ്പോൾ ലൈവ്ലിഹുഡ് പോകുന്നുണ്ട് ഇവർക്ക്. ദെൻ ഇതുപോലെ കൾച്ചറൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കാൻ പോണേ, സോഷ്യോ കൾച്ചറൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. അതായത് ഈ ഏരിയ ട്രൈബ്സിന് മാറ്റി താമസിക്കുമ്പോൾ അവരുടെ ആൻസിസ്ട്രൽ ലാൻഡ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. ലോക്കൽ ലാംഗ്വേജും ഡയലക്റ്റും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക്, പ്ലേസസ് ഓഫ് വർഷിപ്പ്, ആരാധനാലയം, ഇതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയില്ല ഇവർക്ക്. സോ ഒരു കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാം. കമ്മ്യൂണിറ്റി ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു ട്രൈബ്സിനൊക്കെ പ്രത്യേകത, അവർ കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ്, ഒരു കൂട്ടത്തോടെ ജീവിക്കുന്നത്. ഇവർക്ക് സ്ഥലമൊക്കെ കൊടുത്തു. ഇപ്പോൾ ഒരാൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ഒരാൾക്ക് വേറെ സ്ഥലത്ത്, വേറൊരാൾക്ക് വേറെ സ്ഥലത്ത്, അതായത് ഇവർ ആദ്യം ഒരുമിച്ച് ജീവിച്ചിരുന്നത്. ഇപ്പോൾ അവർക്ക് കമ്മ്യൂണിറ്റി ഫ്രാഗ്മെന്റ് ആയിക്കൊണ്ടിരിക്കുക അവർക്ക്. അപ്പോൾ അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അവരുടെ കിൻഷിപ്പ് നെറ്റ്വർക്കിനെയും മ്യൂച്വൽ സപ്പോർട്ട് സിസ്റ്റത്തിനെയും ട്രഡീഷണൽ കമ്മ്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം ബാധിക്കുന്നുണ്ട്. ദെൻ കോമ്പൻസേഷൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ മോണിറ്ററി കോമ്പൻസേഷൻ ഇപ്പോഴും കൊടുത്തിട്ടില്ല ട്രൈബ്സിന്. ഓക്കെ, പിന്നെ വില്ലേജസ് പറയുന്നത് കോമ്പൻസേഷൻ അഡക്വേറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് മണി തന്നു കഴിഞ്ഞാൽ മാത്രം അവർക്ക് ലൈവ്ലിഹുഡ് ഉറപ്പുവരുത്താൻ പറ്റില്ല. ഓക്കെ, അവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈവ്ലിഹുഡും കൂടി അവർക്ക് ഉറപ്പുവരുത്തണം. ഈ ഒരു പ്രോജക്റ്റിന് എൻവയോൺമെന്റൽ കൺസേൺസും കൂടി ഉണ്ട്. എന്താണ് എൻവയോൺമെന്റൽ കൺസേൺസ് നോക്കുകയാണെങ്കിൽ, പന്ന ടൈഗർ റിസർവ് ഇതാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ കെൻബെറ്റുവ റിവറിന്റെ മധ്യപ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, കെൻ റിവറിന്റെ ഭാഗത്ത്. അപ്പോൾ ഈ ഡാം പണിയുമ്പോഴും കാര്യങ്ങളൊക്കെ ഈ പന്ന ടൈഗർ റിസർവിൽ ഒരുപാട് മരങ്ങൾ വെട്ടേണ്ട വന്നിട്ടുണ്ട്. ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കനാലൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട്, അല്ലാതെ കുറേ ഭാഗം വെള്ളത്തിന് അടിയിലായിട്ട്. സോ ഒരു എൻവയോൺമെന്റൽ കൺസേൺസ് ഉണ്ട്. ഫോറസ്റ്റ് ലോസ് നടന്നിട്ടുണ്ട്, ഫില്ലിംഗ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ട്രീസ്. ഹാബിറ്റേറ്റ് ഫ്രാഗ്മെന്റേഷൻ നടന്നിട്ടുണ്ട് പല ജീവികൾക്കും. അതായത് വൈൽഡ് ലൈഫ് കോറിഡോർ, ബ്രീഡിംഗ് ഏരിയ, റിവറൈൻ എക്കോസിസ്റ്റം, ഇവിടെയെല്ലാം പുതിയ ഈ ഏരിയയിലൊക്കെ ബാധിക്കുന്നുണ്ട് എൻവയോൺമെന്റിന്റെ. കാരണം ഇവിടെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നിട്ട് വൈൽഡ് ലൈഫ് കോറിഡോറൊക്കെ പകരുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി ലോസ്, നമുക്ക് ജൈവ വൈവിധ്യം നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, സർപ്ലസ് വാട്ടർ എന്ന് പറയുന്നില്ലേ കെൻ റിവറിൽ, അത് ശരിക്കും അവിടെ ഉള്ളതാണോ? ശരിക്കും സർപ്ലസ് വാട്ടർ ഉണ്ടോ? ചിലപ്പോൾ സർപ്ലസ് വാട്ടർ കെൻ റിവർ വരാൻ കാരണം അത് മൺസൂൺ വേരിയബിലിറ്റിനെയും ഡ്രോട്ടിനെയും ക്ലൈമറ്റ് ചേഞ്ചിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സംഭവമല്ലേ. കെൻ റിവറിൽ വെള്ളം കൂടുതലുണ്ടെന്ന് പറയുന്നെങ്കിലും കൂടുതൽ ഉണ്ടാവുന്നത് ആ സമയത്ത് മൺസൂൺ കൂടിയാൽ മാത്രമല്ലേ നെക്സ്റ്റ് കെൻ റിവറിൽ വെള്ളം കൂടുതലുണ്ടാവും. അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ലല്ലോ. അപ്പോൾ ശരിക്കും കെൻ റിവറിൽ വെള്ളം കൂടുതലാണ്, സർപ്ലസ് ആണ് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെ ഗവേണൻസ് ഇഷ്യൂസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു കെൻബെറ്റുവ റിവർ ഇന്റർലിങ്കേജ്? കാരണം ഒന്നാമത്താണ് പാർട്ടിസിപ്പേറ്റഡ് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഇത് വേ ഫോർവേഡ് ആയിട്ടും പറയും, ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൊജക്റ്റ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടുത്തെ മേജർ ഡിസിഷൻസ് എല്ലാം ജനങ്ങളെ ഇൻവോൾവ് ചെയ്യിക്കണം അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതുപോലുള്ള തടസ്സങ്ങളൊന്നും ആക്ച്വലി വരത്തില്ല. മീനിങ്ഫുൾ റീഹാബിലിറ്റേഷൻ, എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് വന്ന് അവർ റീഹാബിലിറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ലൈവ്ലിഹുഡും മോണിറ്ററി കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം. റെക്കഗ്നേഷൻ ഓഫ് ട്രൈബൽ റൈറ്റ്സ്, ട്രൈബ്സിന് അവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്, റൈറ്റ്സ് ഉണ്ട്, അവർക്ക് അവകാശങ്ങളുണ്ട്. അത് ആക്ച്വലി മാനിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നടത്താനായിട്ട്. സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ്, അതായത് ഒരു വലിയൊരു പ്രൊജക്റ്റ് വരുന്നതിന് മുന്നേ അതിന് ശരിക്കും സൊസൈറ്റിയിൽ എന്താ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് ആക്ച്വലി നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരം പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാൻ പാടുള്ളൂ. ദെൻ ഡയലോഗ് റേദർ ദെൻ കൊയേഷൻ, അതായത് ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്.
അല്ലാതെ അവരെ ഫോഴ്സ്ഫുള്ളി ചെയ്യരുത് എന്ന് പറയുന്നു, ഒരു പ്രൊജക്റ്റിന് വിധേയമാക്കരുതെന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് ന്യൂസ് ഇസ് അബൌട്ട് E20 അതായത് എത്തനോൾ ബ്ലെൻഡിങ് പോളിസി. അത് നിങ്ങൾക്ക് പെട്രോൾ ഇപ്പോൾ 100 ലിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 20 ലിറ്റർ നമ്മൾ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു പോളിസിയാണ്. ഇപ്പോൾ 80 ലിറ്റർ പെട്രോളും 20 ലിറ്റർ എന്തുണ്ടാകുന്നു, എത്തനോളും ബ്ലെൻഡ് ചെയ്യുന്നു. 80 ലിറ്റർ പെട്രോളും 20 ലിറ്റർ എത്തനോളും അങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു പോളിസി ഉണ്ട് നമുക്ക്. അതിനാണ് എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്, അഥവാ E20 പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പോളിസി കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തനോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്രോളിൻ്റെ അളവ് കുറയ്ക്കാം. പെട്രോളിൻ്റെ അളവ് പെട്രോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്നത് അല്ലേ, അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ട്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുവഴി നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒക്കെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എത്തനോളിന് അത്രയധികം കാർബൺ എമിഷൻസ് ഇല്ല. അതുപോലെ തന്നെ എത്തനോൾ എന്നുള്ളത് ബയോ ഫ്യൂവലാണ്, അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കും. ഇതിനൊക്കെ വേണ്ടി കൊണ്ടുവന്നത്, പക്ഷേ ഭയങ്കര കോൺട്രവേഴ്ഷ്യലായി. ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുമ്പോൾ മൈലേജിന് ബാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പഴയ വാഹനങ്ങളിൽ അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്യുവർ പെട്രോളിനായിട്ട് മാത്രം ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഞ്ചിനൊക്കെ അവർക്കുള്ളത്. അപ്പോൾ പഴയ വെഹിക്കിൾസിൻ്റെ കോമ്പാറ്റബിലിറ്റി ഇത് ബാധിക്കുന്നുണ്ട്. പിന്നെ എത്തനോൾ കാരണം പല ഭാഗത്തും കൊറോഷനൊക്കെ നടക്കുന്നുണ്ട് പല കമ്പോണൻസിനും. അതുപോലെ ഫ്യൂവലിൻ്റെ കണ്ടാമിനേഷൻ നടക്കുന്നുണ്ട്. പിന്നെ നിലവിൽ എത്തനോൾ E20 പോളിസി വന്നു എന്ന് വിചാരിച്ചിട്ട് പണ്ട് പ്യുവർ എത്തനോൾ ഇപ്പോൾ കിട്ടാനില്ല, അല്ലെങ്കിൽ E10 പോളിസി എന്ന് പറയും, എത്തനോൾ 10% ബ്ലെൻഡ് ചെയ്യുന്നതുണ്ടായിരുന്നു, ആ പെട്രോളും കിട്ടാനില്ല. ഇപ്പോൾ E20 മാത്രമേ കിട്ടാനുള്ളൂ. അപ്പോൾ ജനങ്ങൾക്കൊരു ചോയ്സ് ഇല്ല. E20 വേണ്ടാത്ത ആൾക്കാർക്ക് E20 ഉപേക്ഷിക്കാനുള്ള ചോയ്സ് ഇല്ല. ദെൻ ഇതിന് ടെക്നിക്കൽ കൺസേൺസ് ഉണ്ട് E20നായിട്ട്. അതെന്താണ്? ഒന്നാമത് എത്തനോൾ എന്ന് പറയുന്നത് ഒരു സോൾവെൻ്റ് ആണ്. അത് പോകുന്ന വഴി എല്ലാത്തിനെയും ഒഴുക്കി കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ പഴയ ടാങ്കറിലൊക്കെ ഈ പെട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള റസ്റ്റൊക്കെ ഉണ്ടല്ലേ, തുരുമ്പ്, അതിനൊക്കെ കൊണ്ടുപോയി ഈ എത്തനോൾ ആക്ച്വലി പല സ്ഥലത്തും ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, ടാങ്കറിൻ്റെയും അല്ലെങ്കിൽ ട്യൂബിൻ്റെ അവിടെ. അപ്പോൾ ക്ലോഗിങ്ങിന് ഇതാകുന്നുണ്ട്. ഹൈഡ്രോസ്കോപ്പിക് നേച്ചർ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഈ എത്തനോൾ വെള്ളത്തിനായിട്ട് പെട്ടെന്ന് മിക്സ് ആവും. അപ്പോൾ പെട്രോളും ഇപ്പോൾ എത്തനോളും വെള്ളത്തിനായിട്ട് മിക്സ് ആകുമ്പോൾ എത്തനോളും വെള്ളം കൂടി പെട്ടെന്ന് മിക്സ് ആവും. എന്നിട്ട് ഒരു ഡെൻസിറ്റി കൂടും. അപ്പോൾ ഡെൻസിറ്റി കൂടുതലുള്ള സംഭവം താഴോട്ട് വരും. എന്നിട്ട് പെട്രോൾ മാത്രം മേലെ ഇങ്ങനെ പൊങ്ങി കിടക്കും. നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ലെയർ ആയിട്ട് ഉണ്ടാവില്ലേ, അതുപോലെ സംഭവിക്കും. എത്തനോളും വെള്ളവും മാത്രം മിക്സ് ചെയ്ത് താഴെ കിടക്കും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ അതിലുള്ള റബ്ബർ, അതൊക്കെ മേ ബി നമ്മളെ വെഹിക്കിളിലെ റബ്ബറൊക്കെ സ്വെല്ല് ചെയ്യാനും ഹാർഡൻ ചെയ്യാനും മേ ബി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ എത്തനോളത്തെയും കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന കാരണം. പിന്നെ കമ്പാരിറ്റീവ്ലി പെട്രോളിനെക്കാട്ടും 30-35% എനർജി എഫിഷ്യൻസി കുറവാണ് എത്തനോളിന്. അപ്പോൾ ടോട്ടൽ ഇത് പെട്രോൾ വാങ്ങി വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് എഫിഷ്യൻസി കുറയുന്നുണ്ട്, മൈലേജിന് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഫ്യൂവൽ ഷോർട്ടേജ്. ഇനി ഞാൻ പറയട്ടെ, ഇത് നമുക്ക് കൺസ്യൂമേഴ്സിന് മാത്രമല്ല, ഈ പമ്പുകളിൽ പെട്രോൾ പമ്പിൽ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് സ്റ്റോർ ചെയ്ത് വെക്കില്ലേ പെട്രോൾ പമ്പിൽ, വലിയ ടങ്കറിൽ, അതിലോട്ടൊക്കെ വെള്ളം കയറി കഴിഞ്ഞ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, സെപ്പറേഷൻ നടക്കും, ഫേസ് സെപ്പറേഷൻ നടക്കും. അതായത് പെട്രോളും എത്തനോളും മാത്രം അടിയിൽ നടന്നിട്ട് എത്തനോളും വെള്ളം മാത്രം അടിയിൽ ലെയറായിട്ട് കിടക്കും, അതിന് മേലെ പെട്രോൾ കിടക്കും. അപ്പോൾ അത് ഹെവി റെയിൻഫോൾ വരുമ്പോഴും വാട്ടർ ലോഗിങ് വരുമ്പോഴും ലീക്കേജ് ത്രൂ ദ ഏജ്ഡ് ടാങ്ക്സ് അല്ലെങ്കിൽ സീൽസ് ഒക്കെ വരുമ്പോൾ അത് കൂടെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് ടാങ്കിലോട്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ കെമിക്കൽ കണ്ടാമിനേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ഈ എത്തനോളിലൊക്കെ പല ക്ലോറൈഡ്സ് മിക്സ് ആവാൻ സാധ്യതയുണ്ട്. ഡിസ്റ്റിലേഷൻ, ഡീഹൈഡ്രേഷൻ, ഡെഫിഷ്യൻസി സംഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ടാങ്കിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, സീലിംഗ് പ്രോബ്ലംസ്, ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം അല്ല. പിന്നെ ഓൾറെഡി സയൻറ്റിഫിക്കലി ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ട്. ഇപ്പം IIT കാൺപൂർ എഞ്ചിൻ റിസർച്ച് ലബോറട്ടറി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, അതായത് എഫിഷ്യൻസി ഒരു 5% കുറയുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും പല എക്സ്പേർട്സും അതിനെ എതിർക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഒരു സയൻറ്റിഫിക് സ്റ്റഡി ഇതിനെക്കുറിച്ച് നടത്തിയിട്ടില്ല, ലോങ് ടേമിൽ എങ്ങനെ എഫക്ട് ചെയ്തൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം മിക്സ്ഡ് ആയിട്ടുള്ള വ്യൂസ് ആണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ E20 ആൾക്കാർ വേഫോറോട് പറയുകയാണെങ്കിൽ E20 വേണ്ട ആൾക്കാർക്ക് E20 കൊടുക്കാം, അഥവാ E0 വേണ്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ E10 വേണ്ട ആൾക്കാർക്ക് E10 കൊടുക്കും. അതിനുള്ള എലിജിബിലിറ്റി ഉറപ്പുവരുത്തുക. കാരണം പഴയ വാഹനങ്ങൾ E20നായിട്ട് സ്യൂട്ടബിൾ അല്ല, അവരുടെ എഞ്ചിനിലെ കുറച്ച് മോഡിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. ദെൻ ക്ലിയർ ലേബലിംഗ് ഓഫ് എത്തനോൾ ട്രെൻഡ്. ശരിക്കും ഫ്യൂൽ പമ്പുകളിൽ ഇതിൽ എത്ര പെർസെൻറ്റേജ് എത്തനോൾ നിന്ന് പ്യുവറായിട്ട് കണ്ടെത്തണം. പിന്നെ അഫോർഡബിൾ റിട്രോഫിറ്റ്സ് കിറ്റ്, അതായത് ഇപ്പം എത്തനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോളിനായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ ചില വണ്ടികൾ മാറ്റേണ്ടി വരും, ഒരു എഞ്ചിനിലോ എന്തിലൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അതിനാണ് റിട്രോഫിറ്റിംഗ് കിറ്റുകൾ എന്ന് പറയുന്നത്. അത് ആക്ച്വലി അവൈലബിൾ ആക്കും, പെട്ടെന്ന് വില കുറവിനും കൊടുക്കുക ആക്ച്വലി. അപ്പോൾ അതാകുമ്പോൾ എത്തനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കാൻ വേണ്ടി പെട്ടെന്ന് അവർക്ക് റിട്രോഫിറ്റിംഗ് കിറ്റ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി E20നായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് മാറും.
പിന്നെ ഗൈഡ് ലൈൻസ് ഓൾഡർ വെഹിക്കിൾസ് എന്ത് ഇത് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, E20 എങ്ങനെ യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരാം. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എനർജി സെക്യൂരിറ്റി ഗോളും മിക്സ് ആവും, കൺസ്യൂമർ പ്രൊട്ടക്ഷനും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും, ട്രാൻസ്പാരൻറ്റ് ഫ്യൂൽ ക്വാളിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ, ദെൻ വി ആർ ഗിവിങ് എ മെയിൻസ് ക്വസ്റ്റ്യൻ, യു ക്യാൻ ആൻസർ ദിസ് ആൻഡ് യു ക്യാൻ സെൻഡ് ടു ദിസ് മെയിൽസ്. അങ്ങനെയാണെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.